രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ധർമ്മപദമാണ്. ധർമ്മപദത്തിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 11 എപ്പിസോഡുകൾ കഴിഞ്ഞു. ഇത് കാണണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം ക്ലാസ്സാണ്. ആരോഗ്യം, ആയുരാരോഗ്യ സൗഖ്യം. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം, ദാമ്പത്യ സൗഖ്യം, പ്രണയ സാഫല്യം. എല്ലാ ബുധനാഴ്ചയും കൃഷ്ണൻ്റെ അവതാരമായ ശ്രീബുദ്ധൻ്റെ കഥകളാണ്. അത് അവതാര മഹിമ അറിഞ്ഞു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തിക്ക് വരെ സഹായിക്കും. എല്ലാ വ്യാഴവും അഷ്ടപതി, ദാമ്പത്യ സൗഖ്യം, ധനധാന്യ സമൃദ്ധി, പ്രണയ സാഫല്യം. അതേ കണക്ക് എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ബുദ്ധൻ്റെ ധർമ്മപദമാണ്. ആ ധർമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. മോക്ഷത്തിലേക്കുള്ള ഏക വഴി ധർമ്മപദമാണ്. ഒരു ദേവനും നിങ്ങളെ സഹായിക്കില്ല മോക്ഷം കിട്ടാൻ. ദേവന്മാർ പറയുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മോക്ഷം എന്ത് ചെയ്യേണ്ടത്, കണ്ടെത്തേണ്ടതെന്നാണ്. അപ്പോൾ അതേ കണക്ക് തന്നെ ഇതിനകത്ത് ഹിന്ദുക്കൾ അറിയേണ്ടവ ഉണ്ട്. ശിവലിംഗത്തിൻ്റെ പ്രാധാന്യവും ഗണപതിയുടെ പ്രാധാന്യവും നാഗ ആരാധന എന്തിനാണ് ചെയ്യുന്നതെന്നും എല്ലാം ഇതിൽ കിടപ്പുണ്ട്. പ്ലേലിസ്റ്റിലെടുത്താൽ മതി. പിന്നെ അതിനകത്ത് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു, നിശ്ചയമായിട്ടും നിങ്ങളത് കണ്ടിരിക്കണം. അതെല്ലാം ജനറൽ എന്ന് പറയുന്നതിൽ കൊടുത്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്.
അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ അത് കിട്ടുന്നതാണ്. ജ്യോതിഷമുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിക്കൊള്ളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999 എന്ന് പറയുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, എന്നെ വിളിച്ചാൽ മതി. അതേ കണക്ക് തന്നെ അപ്പോൾ നമുക്ക് ധർമ്മപദം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം മണിപത്മേഹും. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ട് നിങ്ങളത് കാണണം. അതേ കണക്ക് ഹേയ് അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. നിരവധി അച്ഛന്മാരാണ് അതിനുശേഷം ഇത് സബ്സ്ക്രൈബ് ചെയ്തത്. അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അച്ഛന്മാരെ കുറിച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇറങ്ങുന്നത്. കണ്ണ് നനയാതെ പുരുഷന്മാർക്ക് പോലും കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങളത് കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ ധർമ്മപദത്തിൻ്റെ ശ്ലോകം, എല്ലാ ദൈവങ്ങൾക്കുമൊപ്പം ഈ ലോകത്തെയും മൃത്യുലോകത്തെയും ആരാണ് കീഴടക്കുക? ധർമ്മത്തിൻ്റെ ആ രജതപാത ആരാണ് കണ്ടെത്തുക? ശ്ലോകം ഒന്നും കൂടെ കേട്ടോണം. എല്ലാ ദൈവങ്ങൾക്കുമൊപ്പം ഈ ലോകത്തെയും മൃത്യുലോകത്തെയും ആരാണ് കീഴടക്കുക? ധർമ്മത്തിൻ്റെ ആ രജതപാത ആരാണ് കണ്ടെത്തുക? ഇംഗ്ലീഷിൽ ഹൂ ഷാൾ കോൺകർ, നിങ്ങൾ കോൺകർ എന്ന് വായിച്ചേളെ, കീഴടക്കുക. ഹൂ ഷാൾ കോൺകർ ദിസ് വേൾഡ് ആൻഡ് ദ വേൾഡ് ബൈ ഡെത്ത് with all its gods. That's very important, all its gods. Who shall discover the shining way of the law? ശ്രദ്ധിച്ചോട്ടോ, ബുദ്ധൻ വല്ലാത്തൊരു ചോദ്യമാണ് നിങ്ങളുടെ നെഞ്ചിലേക്ക് വീശി എറിയുന്നത്. ആ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിച്ചേ. എല്ലാ ദൈവങ്ങൾക്കുമൊപ്പം ഈ ലോകത്തെയും മൃത്യുലോകത്തെയും ആരാണ് കീഴടക്കുക? ആദ്യത്തെ വരി നോക്കിക്കോളണം. എല്ലാ ദൈവങ്ങൾക്കുമൊപ്പം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ പോലും മരിക്കും എന്നാണ് ബുദ്ധൻ പറയുന്നത്. നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദേവന്മാർക്കും മരണമുണ്ട്. ദേവലോകത്തിനും അപ്പുറം ഒരു ലോകമുണ്ട്. അപ്പം മനുഷ്യനും ദൈവങ്ങളും എന്നാണ് മരണത്തെ കീഴടക്കുന്നത്? നിങ്ങളുടെ ഇതുവരെയുള്ള ചിന്തകളെ ഞെട്ടിക്കുന്ന ഒരു പറച്ചിലാണ് ആര് പറയുന്നത്? ശ്രീബുദ്ധൻ പറയുന്നത്. നമ്മുടെ വിചാരമനുസരിച്ച് നമ്മൾ ആരാധിക്കുന്ന ദേവന്മാര് കൃഷ്ണനും പിന്നെന്താണ് ഗണപതിയും പിന്നെ ഏതാണ് നമ്മൾ പറയുന്നത് മുരുകനും അയ്യപ്പനും ഒക്കെ ഉണ്ട്. ഇവരാരും മരിക്കില്ല എന്നാണ്. ബുദ്ധൻ നമ്മുടെ നെഞ്ചത്തേക്ക് ഒരു വലിയ ചോദ്യം, അസാധാരണമായ ഒരു ചോദ്യം അറിയുകയാണ്. ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ഏതൊക്കെ ദേവന്മാരെ ആരാധിക്കുന്നുവോ അവരൊക്കെ ഒരു ദിവസം മരിക്കും. അവരെല്ലാം മരിക്കും ഒരു ദിവസം. അങ്ങനെ അവരും മരണത്തെ കീഴടക്കണം. നമ്മൾ മനുഷ്യരും മരണത്തെ കീഴടക്കണം. അങ്ങനെ മൃത്യുലോകത്തെ ആരാണ് കീഴടക്കുന്നതെന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചില്ലേ, നമ്മുടെ പുരാണത്തിൽ പറയുന്നുണ്ടല്ലോ ദൈവങ്ങൾക്ക് മരണമുണ്ടെന്ന്. പ്രളയം വരുമ്പോൾ സകലതും അതിൽ നശിക്കുമെന്നല്ലേ പറയുന്നത്? സകലതും അതിൽ നശിക്കും. വിഷ്ണു മാത്രം ഇങ്ങനെ ശേഷിക്കും.
ആലിലയിൽ പൊങ്ങിക്കിടക്കും, ബാക്കി ആരുമില്ല. അപ്പം വിഷ്ണു ഒഴിച്ചു ബാക്കി ആരുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഇവിടെ മഹാവിഷ്ണു എന്ന് പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്ന പൂജിക്കുന്ന മഹാവിഷ്ണുവിനെ അല്ല പുരാണത്തിൽ പറയുന്നത്. മഹാവിഷ്ണു എന്ന് പറയുന്നത് മൃത്യുലോകത്തെ കീഴടക്കിയവൻ കണ്ട മറ്റൊരു ലോകമുണ്ട്. ആ ലോകമേതോ അത് കണ്ടവന് പിന്നെ മൃത്യുവിനെ കീഴടക്കാൻ മൃത്യുവിനെ ഭയമില്ല. അവനെ മൃത്യു തൊടില്ല, മരണം തൊടില്ല. അപ്പോൾ മൃത്യുലോകത്തെ കീഴടക്കിയിട്ടുള്ള ശ്രീബുദ്ധൻ കണ്ട മറ്റൊരു ലോകം, ആ ലോകം നല്ലത് കൂടിയിട്ടില്ലേ, ആ ലോകത്തിൻ്റെ പേര് വിഷ്ണുവെന്നോ എന്തു വേണമെങ്കിലും കൊടുക്കാം. അപ്പം നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രളയത്തിൽ സർവ്വതും നശിക്കും, ദേവന്മാരും നശിക്കും, വിഷ്ണു മാത്രം കിടക്കും, ആ നിലയിൽ കിടക്കും എന്ന് പറയുന്നുണ്ട്. അത് ക്രിസ്ത്യൻസും പറയുന്നുണ്ടല്ലോ, പ്രളയത്തെക്കുറിച്ച് നോഹയുടെ പേടകത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് വരെ മരണമുണ്ട്. ആരാണ് മരണത്തെ ശരിക്കും പറഞ്ഞാൽ കീഴടക്കുന്ന ലോകം കണ്ടെത്തുന്നത്? ശ്രദ്ധിച്ചു കേട്ടോണം. ഈ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ഹിന്ദു മതമുണ്ട്, ക്രിസ്തു മതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈനമതമുണ്ട്, അല്ലേ? പിന്നെ അങ്ങനെ മതങ്ങളുടെ ഒരു ബഹളമാണ്. ജൂതമതമുണ്ട്. ഒരു കാര്യം ആലോചിക്കുക, ഒരു മനുഷ്യന്, അതായത് മരണം എന്ന ഒരു സംഗതി ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു മതങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു, ഒരു ദൈവങ്ങളും ഉണ്ടാകത്തില്ല. സത്യത്തിൽ നിങ്ങൾ ഈ ദൈവത്തെ കയറി പിടിക്കുന്നത് മരണപേടി ഉള്ളത് കൊണ്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും, അയ്യോ അങ്ങനെയാണ്, ഞാൻ എവിടെ പോകും? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് മതങ്ങളുണ്ടായതും ദൈവങ്ങളുണ്ടായതും മരണത്തെ പേടിച്ചതുകൊണ്ട് മാത്രമാണ് ഏതുണ്ടായത്. മനുഷ്യൻ ഒരിക്കലും മരണമില്ല, നിത്യ യൗവനമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ മതവുമില്ല, ജാതിയുമില്ല, ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളണം, മൃഗങ്ങൾ ഒരിക്കലും ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല. നിങ്ങളിവിടെ കിടന്ന് പരസ്പരം അടികൂടിയാണ് ഇല്ലേ? ഹിന്ദു മതമാണ് വലുത്, ക്രിസ്തു മതമാണ് വലുത്, ഇസ്ലാം മതമാണ് വലുത്. നിങ്ങളുടെ വീട്ടിലെ പശുവിനും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ഏത് മതമാണ് ഉള്ളത്? അവരെ ആരാ നോക്കുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ മതമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നവൻ വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢിയാണ്. വിഡ്ഢി, ഈ മതം നിനക്ക് മരണഭയത്തിൽ നിന്ന് വന്നതാണ്. പശുവിനെ പിന്നെ ആര് നോക്കും? പിന്നെ പശുവിന് മതമുണ്ടോ? നിന്റെ മതമാണ് വലുതെന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മതം എന്താ? പൂച്ചയുടെ മതം എന്താണ്? അപ്പം ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, മൃഗങ്ങൾ ഒരിക്കലും മതവിശ്വാസികളല്ല. എന്തുകൊണ്ട്? മൃഗങ്ങൾ ഒരിക്കലും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരവരുടെ കൂടെയുള്ള മൃഗങ്ങൾ മരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും ഞാനും മരിക്കുമെന്ന ചിന്തയിലേക്ക് ആര് വരുന്നില്ല? മൃഗങ്ങൾ വരുന്നില്ല. മനുഷ്യനങ്ങനെയല്ല. ഒരാൾ മരിക്കുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് കാളും, ഇത് നാളെ നമ്മളും വരും. വരുമെന്നുള്ള പേടിയിൽ നിന്ന് ചില ഫലിതങ്ങൾ വരും. ആ ഫലിതം പേടിയിൽ നിന്ന് വരുന്നതാണ്. അതായത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ചിത്രം ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും, അല്ലേ? ഇയാൾ മരിച്ചു, റെസിഡൻഷ്യൽ അസോസിയേഷൻ. ഇത് കാണുമ്പോൾ പലരും പറയാറുണ്ട്, നമ്മളിനി എന്നാടേ ഇങ്ങനെ പടവായിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ കയറി ഇരിക്കുന്നത്? കണ്ടോ, പേടിയിൽ നിന്ന് വരുന്ന ഒരു ഫലിതമാണത്. നമ്മളെപ്പോഴും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കും, പക്ഷേ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. ഇന്നിപ്പോൾ എല്ലാവരും പറയത്തില്ലേ, എൻ്റെ ദൈവം വലുത്, ആ ദൈവം വലുത്, ഈ ദൈവത്തിന് ശക്തിയില്ല, എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നവൻ മറ്റവൻ്റെ ദൈവത്തെ ആരാധിച്ചാൽ എന്തോ ഇപ്പം സംഭവിച്ചു പോകും. വിഡ്ഢികളെ, ആലോചിക്കുക. ദൈവത്തെ തേടി നടക്കുന്നവനെല്ലാം വിഡ്ഢികളാണ്. കാരണം അവൻ ഒരിക്കലും ദൈവത്തെ കണ്ടെത്തുന്നില്ല. മരണത്തെ തേടി നടക്കുന്നവൻ ആരോ, മരണത്തിൻ്റെ രഹസ്യം അന്വേഷിക്കുന്നവൻ ആരോ. മനസ്സിലായില്ലേ? മരണം എന്താണ്, മരണ രഹസ്യം അന്വേഷിക്കുന്നവൻ ആരോ, അവൻ ബുദ്ധിമാനാണ്, അവൻ ദൈവത്തെ കണ്ടെത്തും.
അതുകൊണ്ടാണ് ദൈവത്തെ തേടി നടക്കുന്നവൻ വിഡ്ഢികളാന്ന് പറയുന്നത്. നിങ്ങൾ ദൈവത്തെ തേടി നടക്കുന്നവൻ ഒരിക്കലും ദൈവത്തെ കണ്ടെത്തത്തില്ല. അവൻ തർക്കിച്ച് സമയം കളയും. എൻ്റെ ദൈവം വലുത്, മറ്റേ ദൈവം കുഴപ്പം, എൻ്റെ മതത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നടക്കും. ആരാണോ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് നിശ്ചയമായും അവൻ ദൈവത്തെ കണ്ടെത്തും. അങ്ങനെ കണ്ടെത്തിയ ആളാണ് സാക്ഷാൽ ശ്രീബുദ്ധൻ എന്ന് പറയുന്നത്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് നിങ്ങളെ മാറ്റിമറിക്കും. ശ്രദ്ധിച്ചു കേട്ടോ, ഈ ശരീരം നശിക്കാനിരിക്കുന്നതാണ്. അതിലെ മരണം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു മരണം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, എൻ്റെ ശരീരവും ഇതുപോലെ കൊണ്ട് എന്ന് മണ്ണിൽ കുഴിച്ചിടും, അല്ലെങ്കിൽ കത്തിച്ചു കളയും. അപ്പം ഈ ശരീരം നശിക്കേണ്ടതാണെങ്കിൽ പിന്നെ ആർത്തി പിടിച്ച് കട്ടും മോട്ടിച്ചുമൊക്കെ ഞാൻ എന്തിനാണ് സമ്പാദിക്കുന്നത്? ഈ ശരീരം ഒരു ദിവസം അപ്രത്യക്ഷമാകുന്നതാണെങ്കിൽ ഈ ശരീരത്തിൽ തൂങ്ങി എന്തിനാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒരു വലിയ ചോദ്യം വരും. നിങ്ങൾക്ക് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അവൻ അപ്പോഴും ചിന്തിക്കുന്ന ഇതാണ്, എടാ ഈ ദേഹം കൊണ്ട് കത്തിച്ചു കളയുമല്ലോ, കത്തിച്ചു കളയുന്ന ഈ ദേഹത്തിൽ കടിച്ചു തൂങ്ങി ഞാൻ എന്തിനാ കിടക്കുന്നത്? ഇതിൽ ഈ ജരാനര വരുമ്പോൾ എന്തിനാ വിഷമിക്കുന്നത്? ഇതിനകത്ത് അസുഖം വരുമ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? ഈ ശരീരം നിലനിർത്താൻ വേണ്ടിയാണല്ലോ, ശാരീരിക ആവശ്യത്തിന് വേണ്ടിയാണല്ലോ പണം സമ്പാദിക്കുന്നത്. ഇത് നാളെ നശിക്കേണ്ട ശരീരമാണെങ്കിൽ ആവശ്യത്തിനുള്ള പണം പോരെ, ആർത്തി പിടിച്ച് എന്തിനാണ് അതിൽ കൂടുതൽ പണം നമ്മൾ സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുന്നതെന്ന ചിന്ത വരുന്നിടത്ത് മറ്റു ചിന്തകൾ അടങ്ങിത്തുടങ്ങും. മനസ്സിലായ? നിങ്ങൾ ദൈവത്തെ തേടി നടക്കും. ഒരു നിമിഷം നിങ്ങൾ അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും, കുറേ പുരാണ ഗ്രന്ഥങ്ങൾ എടുത്തു വെച്ച് വായിക്കും. ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ദൈവത്തെ നിന്ദിച്ചാൽ ഇപ്പൊ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്ന നിങ്ങൾ ആരാകുന്നു? വിഡ്ഢികളാകുന്നു. മരണത്തെ മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. നമുക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കൊച്ചുകുട്ടി ഒരു മരണത്തിൻ്റെ ഒരാളെ മരിച്ച് ജഡം കൊണ്ടുപോകുമ്പോൾ കൊച്ചുകുട്ടികൾ എന്താണെന്ന് ചോദിച്ചാൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ പറയുന്നൊരു സംഭവം നമുക്കുണ്ട്. കാരണം മരണം എന്ന് പറയുന്നത് എന്തോ ഒരു കുഴപ്പം പിടിച്ച ആളാണെന്നൊരു വിചാരമുണ്ട്. ഓർമ്മിക്കുക, മരണം എന്നത് എന്താണെന്ന് ശ്രീബുദ്ധൻ അറിയരുത് എന്ന് നിർബന്ധിച്ച് 29 വർഷക്കാലം മരണം എന്തെന്ന് ബുദ്ധനെ അറിയിക്കാതാണ് ശ്രീബുദ്ധൻ്റെ പിതാവ് അദ്ദേഹത്തെ വളർത്തിയത്. എന്നിട്ട് എന്തുണ്ടായി? ഒടുവില് മരണത്തെ ആർക്കും മറച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾ ആലോചിക്കുക, ഈ പ്രപഞ്ചത്തിൽ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റേ ഉള്ളൂ. മനസ്സിലായില്ലേ? കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരൊറ്റ ആൾക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്? മരണമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. എന്തുകൊണ്ട്? ഒരു ഉറുമ്പിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ആനയ്ക്കും സംഭവിക്കാൻ പോകുന്നത്. ഒരു യാചകൻ എന്ത് സംഭവിച്ചു അത് തന്നെ ചക്രവർത്തിക്കും സംഭവിക്കും. മരണം ഒരിക്കൽ പോലും മരണം ചിന്തിക്കുന്നില്ല. ഇവൻ പിച്ചക്കാരനാണോ അതോ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയാണോ എന്നൊരിക്കലും ചിന്തിക്കുന്നില്ല. കാരണം അങ്ങനെ മരണത്തിന് അലക്സാണ്ടർ ചക്രവർത്തി എന്നോ അമേരിക്കൻ പ്രസിഡന്റ് എന്നോ ഇന്ത്യൻ പ്രസിഡന്റ് എന്നോ മുകേഷ് അംബാനി എന്നോ തെരുവിൽ കിടന്നുറങ്ങുന്ന പിച്ചക്കാരനെന്നോ ഭേദമില്ല. അതുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരാണ്? മരണമാണ്. 29 വർഷം ബുദ്ധനെ മരണം എന്തെന്നറിയിക്കാതിരിക്കാൻ പെടാപ്പാട് പെട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഒരു യുവജനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ബുദ്ധൻ പോകുന്നത്. അത് നമുക്കറിയാം. അപ്പോൾ വഴിക്ക് വെച്ചൊരു രോഗിയെ കണ്ടു. അപ്പോൾ ബുദ്ധൻ ചോദിക്കുകയാണ്, ഇതേ കണക്ക് എനിക്കും രോഗം വരുമോ? അപ്പോൾ സാരഥി പറഞ്ഞു വരും. പിന്നെ ഒരു വൃദ്ധനെ കണ്ടു. അപ്പോൾ ചോദിച്ചു, ഞാനും എൻ്റെ ഈ മനോഹര ശരീരം ഈ വൃദ്ധൻ്റേതാകുമോ? അപ്പോൾ അയാൾ പറഞ്ഞു ഒരിക്കലാകും. അത് കഴിഞ്ഞപ്പം ശവശരീരം കണ്ടു. അപ്പോൾ ചോദിച്ചു, ഇതേ കണക്ക് ഞാനും ആകുമോ? തീർച്ചയായിട്ടുമാകും. അപ്പോൾ പറഞ്ഞു, എന്ത്? ഇപ്പോൾ തന്നെ ഞാൻ രോഗിയായി കഴിഞ്ഞു, വൃദ്ധനായി കഴിഞ്ഞു, ശവമായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മരണം വന്നെത്തുന്നതിന് മുമ്പ് ഒരിക്കലും മരിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയണം. ശ്രീബുദ്ധൻ പറഞ്ഞത് അതാണ്, എന്നെ മരണം പിടികൂടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മരിക്കാത്ത എന്തോ ഒന്നുണ്ട്.
അപ്പോൾ എൻ്റെ ജീവിതം ഇനി അതിനു വേണ്ടി എനിക്ക് സമർപ്പിക്കണം. അതിനെന്താണ് വഴി? മരണമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ എന്താണ് വഴി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നാലാമത്തെ കാഴ്ച കാണുന്നത്. കാഷായ വസ്ത്രം ധരിച്ച് ഒരു മനുഷ്യൻ ധ്യാനനിരതനായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, ഈ മനുഷ്യൻ മരണത്തിൻ്റെ സത്യം അന്വേഷിക്കുകയാണ്. അദ്ദേഹം ദൈവത്തെ തേടുകയല്ല. ഒരു യഥാർത്ഥ സന്യാസി ഒരിക്കലും ദൈവത്തെ അല്ല തേടുന്നത്. കാരണം ദൈവത്തെ തേടിയാൽ കിട്ടത്തില്ല. മരണത്തെ തേടിയാൽ ആരെ കിട്ടും? ദൈവത്തെ കിട്ടും. അപ്പൊ ആ രാത്രിയിൽ തന്നെ ശ്രീബുദ്ധൻ തൻ്റെ രാജ്യം ഉപേക്ഷിച്ചു. അദ്ദേഹം കൊട്ടാരം വിട്ടു. മരണമില്ലാത്ത എന്താണുള്ളത് അതാണ് സത്യം, ബാക്കിയെല്ലാം കള്ളമാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ സത്യം എന്ന് പറയുന്നത് മരണമില്ലാത്തതെന്തോ അതാണ് സത്യം. ഇപ്പോൾ ഒരുത്തനെ കുത്തിക്കൊന്നു, അത് നിങ്ങൾ കണ്ടു, ആ കാഴ്ച അതൊരു സത്യമാണ്. മറ്റവൻ മരിച്ചു, ഇവനാണ് കൊന്നതെന്നുള്ളത് ഇനി ഒരിക്കലും നിങ്ങൾ മാറുന്നില്ല. മരണമില്ലാത്തതെന്തോ അതാണ് സത്യം. അങ്ങനെയാണ് ബുദ്ധൻ എന്ത് ചെയ്യുന്നത്? മരണത്തെ കീഴടക്കി മരണമില്ലാത്ത ലോകമെന്തെന്ന് ബുദ്ധൻ കണ്ടുപിടിച്ചത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ ലോകം മരണത്തിൻ്റെ ലോകമാണ്. ഈ ലോകത്ത് നിങ്ങൾ അമ്പലത്തിൽ വെച്ച് പൂജിക്കുന്ന ദേവന്മാർ വരെ മരിക്കും. അത് പുരാണത്തിൽ പറയുന്ന, ബുദ്ധനല്ല പറഞ്ഞത്, പുരാണത്തിൽ പറയുന്നു. ഒടുവിൽ പ്രണയം വരുമ്പോൾ എല്ലാവരും പോകും, മഹാവിഷ്ണു മാത്രം ധ്യാനിക്കും. മഹാവിഷ്ണു സത്യത്തിൽ ഒരാളുടെ പേരല്ല ഉദ്ദേശിക്കുന്നത്. മരണത്തെ കീഴടക്കിയ ബുദ്ധൻ കണ്ട ലോകമുണ്ട്, ആ ലോകം മാത്രം ശേഷിക്കും എന്നാണ് പറയുന്നത്. ആ ലോകത്തെത്തുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്? മോക്ഷമെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സ്വപ്ന ലോകത്താണ്. സ്വപ്നം കാണുന്ന അവസരത്തിൽ ആരും ചോദിക്കുന്നില്ല ഇത് സത്യമാണോ അല്ലേ. ഇപ്പം നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്, നല്ലതായിട്ട് സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമോ ഇത് സത്യമാണോ എന്ന്? ഇല്ല, ആരും ചോദിക്കത്തില്ല. നമ്മൾ ഉണർന്ന് കഴിയുമ്പോഴാണ് നമ്മളത് അറിയുന്നത്. അതുപോലെ ഈ ജീവിതം സത്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കുന്നില്ല. കാരണം ഇപ്പോഴും നിങ്ങൾ സ്വപ്നത്തിലാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു. ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇത് സത്യമാണോ എന്ന്? ഇല്ല. ആ സ്വപ്നത്തിൽ എന്താ കാണുന്നത് അതങ്ങ് അനുഭവിച്ച് തീർക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതുപോലെ ഈ ജീവിതം സത്യമാണോ ഇല്ലയോ എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു ഈ ജീവിതവും ഒരു സ്വപ്നമാണ്. ഗുർജിഫ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുമായിരുന്നു, ശ്രദ്ധിച്ചു കേട്ടോ, ഈ ജീവിതം സത്യമല്ല, നിനക്ക് മരണത്തിനപ്പുറമുള്ള ലോകത്തെ കണ്ടെത്താൻ മറ്റൊരു വഴി. ബുദ്ധൻ പല വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങളങ്ങ് ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പം നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ ഉറക്കം വരികയാണ്. ഉറക്കം വന്ന് നിങ്ങളങ്ങ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്ന് പറഞ്ഞാൽ ഉറങ്ങിയില്ല എന്നാൽ ഉറങ്ങുന്നതിൻ്റെ വക്കിലാകുമ്പോൾ നിങ്ങളൊന്ന് സ്വയം ഒന്ന് ചോദിക്കണം, ഇത് സത്യമാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. ഗുർജിഫ് പറഞ്ഞ കാര്യമാണ്, മനസ്സിലായ? നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോഴല്ല ചിന്തിക്കുന്നത്, ഉറങ്ങാൻ കിടന്നിങ്ങനെ കൺപോളെ ഇങ്ങനെ അടഞ്ഞു വരുമല്ലോ, നമുക്കറിയാമല്ലോ, അതാ ഇപ്പോൾ ഉറങ്ങുമെന്നറിയാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുക ഇത് സത്യമാണോ എന്ന് ചോദിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ 3 മുതൽ 9 മാസങ്ങൾക്കിടയിൽ അത് സംഭവിച്ചിരിക്കും. ഏത് സംഭവിച്ചിരിക്കും? നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ സ്വപ്നം കാണും. ആ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് സത്യമാണോ. ചിലർക്ക് 3-ാം മാസം അത് കിട്ടും, ചിലർക്ക് 4-ാം മാസം. 9 മാസത്തിനുള്ളിൽ അത് സംഭവിച്ചിരിക്കും. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവൻ ഒരു സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തോട് ചോദിക്കുകയാണ് ഇത് സത്യമാണോ. രക്ഷപ്പെട്ടു. ആ നിമിഷം നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളടങ്ങും. ഇത് സത്യമല്ല, നിങ്ങളുടെ ഈ ജീവിതമല്ല സത്യം, ഇതിനപ്പുറം. കാരണം ഈ ജീവിതം മൃത്യു കീഴടക്കുന്നതാണ്, മരണം കീഴടക്കുന്നതാണ്. മരണം കീഴടക്കാത്ത ഒന്നുണ്ടെന്ന് ആ നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും? തെളിഞ്ഞു കിട്ടും. ബോധോദയത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. പിന്നെ
ആദ്യത്തെ പടി വന്ന പിന്നെ പടപടാന്നും പറഞ്ഞ് എന്ത് ചെയ്തോളും, നിങ്ങളങ്ങ് കയറിക്കൊള്ളും. അപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമാകും അസൂയയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഈ ലോകം ഒരു സത്യമല്ല എന്ന് നിങ്ങൾക്കും മനസ്സിലാകും. അപ്പം സാക്ഷാൽ ശ്രീബുദ്ധ ഭഗവാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റാണ്, ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മാത്രമല്ല, നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുന്ന ദേവന്മാരും ഒരു ദിവസം മരിക്കും. വ്യത്യാസം, നിങ്ങൾ ഒരു 10-100 വയസ്സാവുമ്പം മരിക്കും, അവർക്ക് അതിനേക്കാൾ ആയുസ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒടുവിൽ ഒരാളെ ശേഷിക്കൂ, അത് മഹാവിഷ്ണുവാണെന്ന് പുരാണം പറയുന്നു. പ്രളയത്തിൽ, അതായത് കൃഷ്ണൻ. ആ കൃഷ്ണൻ ഒരു പേരാണ്. ബുദ്ധൻ മരണത്തെ കീഴടക്കിയ സത്യലോകം കണ്ട ബുദ്ധൻ കണ്ട ആ ലോകത്തെ വിളിക്കുന്ന പേരാണ് യഥാർത്ഥത്തിൽ വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മരിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ ദൈവത്തെ കിട്ടും. അങ്ങനെ ബുദ്ധൻ മരിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോയ ആളാണ്. അങ്ങനെ അന്വേഷിച്ചു പോയപ്പോൾ ബുദ്ധന് മനസ്സിലായി മരിക്കാത്തതെന്നുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ പിന്നെ അയാൾക്കും മരണമില്ല. അത് മനസ്സിലാക്കാൻ പല പല വഴികൾ പറഞ്ഞു തന്ന്, ഒന്ന് നമ്മുടെ മനസ്സിനെ കീഴടക്കണം, രണ്ട് നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, എങ്കിലും പറയുക, ബോധപൂർവം ചെയ്യണം. ബോധപൂർവം ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ ആ ബോധപൂർവം നിങ്ങൾ ചെയ്യുക. ഏത് പ്രവൃത്തിയും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ആത്മാർത്ഥമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, നിങ്ങൾ കുളിക്കുന്നു, ആത്മാർത്ഥമായി കുളിക്കുക. ഒരു റണ്ണിങ് കമൻട്രി പറഞ്ഞാൽ ആത്മാർത്ഥമായി, ഞാൻ മഗ്ഗിൽ വെള്ളമെടുത്തു, ഞാൻ എൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു, വെള്ളം ദേഹത്തൂടെ വീണു, എന്തൊരു തണുപ്പ്. അങ്ങനെ ചെയ്യുക. ഒരു മലക്കറി അരിയുമ്പോൾ സിൻസിയറായി ചെയ്യുക. അതായത് ഒരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മറ്റ് ചിന്തകളൊന്നുമില്ലാതാ ചെയ്യുന്നത്. അതാണ് ആത്മാർത്ഥത. ഒരു ഗോൾ കീപ്പർ ഗോൾ പോസ്റ്റിൽ നിൽക്കുകയാണ്, പന്ത് പോസ്റ്റിലേക്ക് വരുമ്പോൾ മറ്റ് ചിന്തകളൊന്നുമില്ല അവൻ്റെ മനസ്സിൽ, അവൻ്റെ മക്കളില്ല, ഒന്നുമില്ല. ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു. അതിനെയാണ് ആത്മാർത്ഥമായ പ്രവൃത്തി എന്ന് പറയുന്നത്. പിന്നെ ബുദ്ധൻ പറഞ്ഞു തന്നു, നിങ്ങൾ എല്ലാത്തിനും സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധൻ പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം, എനിക്ക് വിശപ്പില്ല, എനിക്ക് ദാഹമില്ല, എനിക്ക് അസൂയയില്ല, എനിക്ക് പകയില്ല, ഉള്ളതൊക്കെ ഈ ദേഹത്തിനാണ്. ഈ ദേഹത്തിന് എൻ്റെ അമ്മയും അച്ഛനും ഒരു പേരിട്ട് കൊടുത്തു, ദിലീപ്. അപ്പം ദിലീപിന് വിശപ്പുണ്ട്, ദിലീപിന് എന്തുണ്ട്, ദാഹമുണ്ട്, ദിലീപിന് പകയുണ്ട്, ദിലീപിന് വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ ഞാൻ എന്ന സാധനത്തിനില്ല. ആരാണ് ഈ ഞാൻ? ആ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീബുദ്ധൻ കണ്ട മരണത്തെ കീഴടക്കിയ ഒരു ലോകമുണ്ട്. ആ ലോകത്തിൻ്റെ അംശം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് ഞാൻ. നേരത്തെ പറഞ്ഞു, ദിലീപ് എന്ന ഈ ശരീരം ഫ്രിഡ്ജാണെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് കറണ്ടാണ്. അതിനെ ആരും ഇന്നുവരെയും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തോടുള്ള അമിത ആസക്തി ഒഴിവാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ബുദ്ധനിതാ പുതിയ ഒരെണ്ണവും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. എന്താണ് ബുദ്ധൻ പറഞ്ഞു തന്നത്? ശ്രദ്ധിച്ചു. ബുദ്ധൻ പറഞ്ഞതിനെ ഗുർജിഫ് നന്നായി വ്യാഖ്യാനിച്ചു തന്നു. ഇത്രയേ ഉള്ളൂ, ഈ ജീവിതം സത്യമല്ല എന്നറിയണം. ബോധോദയത്തിലേക്കുള്ള ആദ്യത്തെ പടി, അതായത് മരണം കീഴടക്കാത്ത ഒരു ലോകമുണ്ട്. ആ ലോകമാണ് ബുദ്ധൻ കണ്ടത്. അത് കണ്ടെത്താൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഉറക്കം ഇങ്ങനെ വരണം. ഉറങ്ങാൻ കിടക്കുന്ന നിമിഷമല്ല, ഉറക്കം ഇങ്ങനെ വന്ന് കൺപോളയിൽ അങ്ങനെ നിറയണം. അതാ ഇപ്പോൾ ഉറങ്ങുമെന്ന അവസ്ഥയിൽ ചോദിക്കുക, ഇത് സത്യമാണോ, ഇത് സത്യമാണോ എന്ന് ചോദിക്കുക. 3 മുതൽ 9 മാസത്തിനുള്ളിൽ ഒറിജിനലി ഉറങ്ങിക്കിടക്കുമ്പം നിങ്ങൾ സ്വപ്നം കാണുമ്പം നിങ്ങൾ ചോദിക്കും, ഇത് സത്യമാണോ എന്ന്. ഓക്കെ, നിങ്ങൾക്ക് ആ ലോകത്തിലേക്കുള്ള ആദ്യത്തെ പടിയായി നിങ്ങളുടെ മനസ്സിൽ ഉടൻ ചില ചിത്രങ്ങൾ തെളിഞ്ഞു വരും. ഈ ലോകം സത്യമല്ല, സത്യമുള്ള മറ്റൊന്നുണ്ട്. അതിൻ്റെ ചില പ്രകാശകിരണങ്ങൾ, സൂചനകൾ കിട്ടും. പിന്നെ പിടിച്ചാൽ കിട്ടില്ല, കയറിപ്പോകും. ഇതാണ് ബുദ്ധന്റെ ഈ ശ്ലോകം. അപ്പം മനസ്സിലായല്ലോ? രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ക്രീം ക്ലീം ഐം രാം
ഹംസേശ്വരി രാധികായേ സ്വാഹ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത